بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന സെഷനിന്റെ അതിന്റെ തുടർച്ചയാണ് ഇൻഷാ അല്ലാഹ്. സ്ക്രീനിൽ നമുക്ക് കിതാബ് നൽകിക്കൊണ്ട് തന്നെ തുടരാം. നമ്മൾ പറഞ്ഞു വന്നാസു ഫീഹി അലാ അർബഇ മറാത്തിബ്. ഈ ഇതിന്റെ മൈൻഡിന്റെ ഈ ഒരു അവസ്ഥ വിശദീകരിച്ച സമയത്ത് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു അവസ്ഥ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ജനങ്ങൾ 4 നിലയിലാണ് വ്യത്യാസപ്പെടുന്നത്. മനുഷ്യൻ ചെയ്യുന്ന അമലിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതുപോലെ സാഹചര്യത്തിനനുസരിച്ചും അത് വഴിപ്പെടുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും. മനുഷ്യന്റെ ബോധ്യം ഇത് നല്ലതാണ്, അത് തൃപ്തികരമാണ് എന്ന ബോധ്യം, അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യൻ 4 നിലയിലാണ് മനുഷ്യനാകുന്നത്. നല്ലത്, ശരി, തെറ്റ്, അതുപോലെ ചീത്തയായത്, മോശമായത്, ഇതൊന്നും വേർതിരിക്കാതെ അശ്രദ്ധമായി പോകുന്നത്. ബൽ ബഖിയ കമാ ഫുത്തിറ അലൈഹി ഖാലിയൻ അൻ ജമീഇൽ ഇഅ്തിഖാദാത്ത്. പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല, അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. വലം തസ്തത്തിമ്മ ശഹ്വതുഹു അയ്ദൻ ബിത്തിബാഇൽ ലദ്ദാത്ത്. അവന്റെ ജോയ്ഫുൾ ആയിട്ടുള്ള ആസ്വാദ്യകരമായുള്ള വിഷയങ്ങൾ ഫോളോ ചെയ്യുക എന്ന ആ ഒരു അർത്ഥത്തിലും അവൻ വരുന്നില്ല. ഫാദ സരിയുൽ ഖബൂലിൽ ഇലാജി ജിദ്ദൻ. പലപ്പോഴും ചികിത്സ പെട്ടെന്ന് ഫലിക്കുന്ന കൂട്ടർ ഇവരാണ്. ഫലാ യഹ്താജു ഇല്ല ഇലാ മുഅല്ലിമിൻ വ മുർശിദ്. ഇവർക്കൊരു മാർഗനിർദ്ദേശകൻ ഉണ്ടായാൽ ഇവർക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും. വഇലാ ബഅഇസിൻ മിൻ നഫ്സിഹി യഹ്മിലുഹു അലൽ മുജാഹദ. അതുപോലെ ഇവര് എന്തിലേക്കും ആവശ്യമുള്ളവരല്ല. ഒരു വല്ലാതെ വലിയൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരൂല. ഫയഹ്സുനു ഖുലുഖുഹു ഫി അഖ്റബി സമാനിൻ. പെട്ടെന്ന് സ്വഭാവം മാറ്റം വരും. അപ്പോ അങ്ങനെ ഒരു കൂട്ടരുണ്ട് പെട്ടെന്ന് മാറ്റം വരുന്നത്. അവര് പ്രത്യേകിച്ച് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അബദ്ധത്തിൽ പെട്ടുപോകുന്നവരാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെ യകൂനഖദ് അറഫ ഖുബഹൽ ഖബീഹി. മോശമായ കാര്യം മോശമാണെന്ന് അവർക്ക് അറിയാം. വലാകിന്നഹു ലം യതഅമ്മദിൽ അമലു സ്വാലിഹ്. അവർക്ക് പതിവില്ല, സൽക്കർമ്മങ്ങൾ പതിവില്ല. പതിവായാലാണ് സൽക്കർമ്മങ്ങൾ അവരുടെ സ്വഭാവമായി മാറുന്നത്. ബൽ സുയ്യിന ലഹു സൂഉ അമലിഹി. അവർക്ക് ചില മോശം അതൊരു ടേസ്റ്റ് ആയിട്ട് തോന്നി, രസമായിട്ട് തോന്നി അവര് ചെയ്തു. ഇപ്പോ ഫതഅതാഹു ഇൻഖിയാദൻ ലിശഹവാതിഹി വഇറാദൻ അൻ സ്വവാബി റഅയിഹി ലിസ്തിലാഇ ശഹവതി അലൈഹി. അവര് ചില മോശമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോ സ്കൂളിന്റെ ചില ആൾക്കാരുണ്ടാകാം, ചില ക്യാമ്പസിലൊക്കെ പോകുമ്പോഴേക്ക് മോശമായ ചില ജീവിത രീതികളും മോശമായ ചില ജീവിത ചുറ്റുപാടുകളോടും ഇണങ്ങുന്നത് കാണാം. അതെങ്ങനെ സംഭവിക്കുന്നതാണ്? അവര് മോശമാണെന്ന് അവർക്ക് അറിയാം, പക്ഷെ നല്ലത് ചെയ്യുന്ന പതിവിലേക്ക് വരുന്നില്ല. മോശമായത് പതിവായി. അങ്ങനെ ആയപ്പോ എന്ത് സംഭവിച്ചു? പിന്നെ അതൊരു രസമായിട്ട് തോന്നി. മോശമായ സംഗതികളെല്ലാം അവർക്കൊരു രസമായിട്ട് തോന്നി. അവരുടെ വൈകാരികതകൾക്ക് അടിമപ്പെട്ട് അതിന്റെയൊക്കെ ഭാഗമായി മുന്നോട്ട് പോയി. അവർക്ക് തന്നെ ശരി അറിയാം, പക്ഷെ ആ അറിയാവുന്ന ശരിയിൽ നിന്ന് അവർ തൽക്കാലം മുഖം തിരിഞ്ഞു പോയി. അവരുടെ വൈകാരികത അതിജയിച്ചു, അത് മേൽക്കോയ്മ നേടി. വലാകിൻ അലിമത ഖുസീറഹു ഫീ അമലിഹി ഫഅംറുഹു അസ്അബു മിനൽ അവ്വൽ. അയാൾക്ക് അമല് ചെയ്യുന്നതിൽ, നല്ലത് ചെയ്യുന്നതിൽ ഞാൻ പിന്നോട്ട് പോയി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ അയാൾക്ക് ഒന്നാമത്തെ അത്ര മാറാൻ കഴിയില്ലെങ്കിലും മാറാൻ കഴിയും. ഇത് ഖദ് തളാഅഫത്തിൽ വളീഫത്തു അലൈഹി. ചില പതിവ് ശൈലികൾ
അദ്ദേഹത്തിന് എന്ത് വന്നു പോയതാണ്, കൂടിപ്പോയതാണ് മോശമായ ഭാഗത്ത്. മോശമായ റൂട്ടിൽ പതിവുകൾ കൂടി. ഇപ്പോ പലതരം ഫാഷനുകൾക്കൊക്കെ ഭ്രമമാകുന്നത് ഇങ്ങനെയാണ്. ഫാഷൻ ഭ്രമത്തിന്റെ പേരിൽ ഔറത്ത് വെളിവാക്കുന്ന, നഗ്നത വെളിവാക്കുന്നത് തെറ്റാണെന്ന് അറിയാം. പക്ഷെ ആ തെറ്റ് പതിവായി ചെയ്തപ്പോ അതൊരു ഉച്ചാരണം തോന്നി. അപ്പോ അവർക്ക് പെട്ടെന്ന് മാറാൻ കഴിയില്ല. മറ്റു കൂട്ടർ മോശം ചെയ്യുന്നതും മറ്റു ചെയ്യുന്നതൊക്കെ പ്രത്യേകിച്ച് അതിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. അത് ചെയ്യുമ്പോ അത്, ഇനി നല്ലത് കിട്ടിയാൽ അത് എല്ലാറ്റിനും റെഡിയാണ്. അവർക്ക് നല്ലൊരാളെ കിട്ടിയാൽ പെട്ടെന്ന് മാറും. ഇത്തരം ആൾക്കാർക്ക് എന്ത് വേണം? ചെറിയൊരു ഒരു പ്രയാസം ഉണ്ടാകും. ഇത് അലൈഹി ഖൽഉമാ റുസിഖ ഫീ നഫ്സിഹി അവ്വലൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം സ്ഥിരപ്പെട്ടു പോയ ചില അനാവശ്യങ്ങളിൽ നിന്ന് പിന്മാറണല്ലോ. ആ പിന്മാറൽ അദ്ദേഹത്തിന് ഒരു ഭാരമാണ്. മിൻ കസ്റത്തിൽ ഇഅ്തിയാദിൽ ഫസാദ്. ഈ ഫസാദ് പതിവായി പോയത് കൊണ്ട് അതിൽ നിന്ന് മാറിപ്പോരാനുള്ള ഒരു പണി ഉണ്ടാകും. വല്ലാഖറു അൻ യദ്രിസ ഫീ നഫ്സിഹി സിഫത്തൽ ഇഅ്തിയാദിൽ സ്വലാഹി. മറുവശത്ത് എന്തുണ്ട്? അയാൾക്ക് നല്ലത് പിന്നെ ഇനി നട്ടു വളർത്തണം. വലാകിന്നഹു ബിൽ ജുംലത്തി മഹല്ലു ഖാബിലിൻ ലിറിയാദത്തി. ഒരു ശ്രമിച്ചാൽ നടക്കുന്ന സ്ഥാനത്താണ് ഇയാളുള്ളത്. ഇനിന്തഹദലഹ ബിജിദ്ദിൻ വതശ്മീരിൻ വഹസ്മിൻ. ഒരു പരിശ്രമവും ഒരു അതിനോടുള്ള പിന്നെ താല്പര്യവും ഇതൊക്കെ ആയിട്ട് ഒന്ന് ഉണർന്നാൽ അദ്ദേഹത്തിന് പരിശ്രമത്തിലൂടെ മാറാൻ എളുപ്പമാണ്. വസാലിസത്തു, മൂന്നാമത്തെ കൂട്ടർ എന്താ അറിയോ? അയാള് മോശമായ സ്വഭാവത്തെ കുറിച്ച് വിശ്വസിക്കുകയാണ്. അന്നഹൽ വാജിബത്തുൽ മുസ്തഹ്സന. അത് വളരെ നല്ലതാണ്, അതൊക്കെ അനിവാര്യമാണ്. ഇക്കാലത്ത് അങ്ങനെയൊക്കെ അല്ലാതെ നടക്കുവോ എന്ന് ചിന്തിക്കുന്ന ലെവലിലേക്കാണ്. അതൊന്നും ഇല്ലാതെ നടക്കൂല. ഈ തെറ്റായ ഇത്തരം കാര്യങ്ങൾ അത് ചെയ്തേ പറ്റൂ. അന്നഹ ഹക്കുൻ വ ജമീലുൻ. അതാണ് ശരി, അതാണ് ബ്യൂട്ടിഫുൾ, അതാണ് ഗ്ലാമർ. തറപ്പ അലൈഹ. എന്നിട്ട് അതിൽ അദ്ദേഹം അങ്ങോട്ട് എന്ത് ചെയ്തു? വളർന്നു വന്നു, പരിശീലിച്ചു വളർന്ന് അതിന്റെ ഗ്രോത്ത് ലെവൽ, അവരുടെ വളർച്ച ഉഷാർ അങ്ങനെ വന്നതാണ്. ഫഹാദ യകാദു തതമന്നഉ തംതനിഉ മുആലജതുഹു. അത് ട്രീറ്റ്മെന്റിന് പരമാവധി മുടങ്ങി നിൽക്കും, മാറി നിൽക്കും. വലാ യുർജ സ്വലാഹുഹു ഇല്ല അലൻ നുദൂർ. ഇത്തരം ഒരു അവസ്ഥയിൽ വന്നാൽ ചെറിയൊരു കൂട്ടരെ ഇവരിൽ നിന്ന് നിങ്ങൾ മാറും. കാരണം ഇവിടെ ദലാലിന്റെ സബബ്, പിഴച്ചു പോകുന്നതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം അത്രയും തവണ അതിൽ പോയി, അതിൽ വിശ്വസിച്ചു, അതാണ് ശരിയെന്ന് വിശ്വസിച്ചു, അതൊന്നും ഇല്ലാതെ നടക്കൂല എന്ന് വിശ്വസിച്ചു, അങ്ങനെ എത്തിപ്പോയിട്ടുണ്ട്. ഒരാൾ വളരുന്നത് തന്നെ അതിലാണ്, മോശമായ വിശ്വാസത്തിലാണ്. തർബിയത്തുഹു അലൽ അമലി ബിഹി. അയാൾ പരിശീലിപ്പിക്കപ്പെടുന്നത് പോലും അതിലെ പ്രവർത്തനങ്ങളിലൂടെയാണ്. യറൽ ഫളീലത്ത ഫീ കസ്റത്തി ശർരി. അയാൾ മഹത്വം തന്നെ കരുതുന്നത് ആ ഷെറ് കൂടിയാൽ അത് മഹത്വമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പരമാവധി ഒടുക്കാതിരുന്നാൽ അതാണ് മഹത്വം എന്ന് വിശ്വസിക്കുന്ന ആ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് കീറിപ്പോയത് ധരിക്കുകയാണെങ്കിൽ അതാണ് ഉഷാറ് എന്ന് വിശ്വസിക്കുന്ന അറുവഷളൻ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. നുഫൂസി വ യുബാഹി ബിഹി. എന്നിട്ട് അയാൾ എന്തും ചെയ്യാണ്, ഞാനാണ് സ്റ്റാൻഡേർഡ്, ഞാനാണ് ജനറൽ എന്നൊക്കെ അയാള് എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയും ചെയ്യാണ്. അതൊരു അഭിമാനമായിട്ട് കാണാൻ. കാണണ്ടല്ലോ, ഒരു മനുഷ്യന് അജ്ഞതയൊക്കെ പറ്റും, പക്ഷെ അജ്ഞത അലങ്കാരമാക്കിയാൽ എന്നതാലിക്ക എർഫു കദറഹു. അയാളുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതാണ് എന്നും കൂടി അയാൾ ധരിക്കുകയാണ്. ഇതാണ് ഭയങ്കര പ്രയാസം. വബി മിസ്ലിഹി ഖീല. ഇവരെ കുറിച്ചാണ് പറയപ്പെട്ടത്. വമിനൽ അനാഇ റിയാദത്തുൽ ഹറം. വാർദ്ധക്യം എന്താ ചെയ്യാ, മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രയാസാണ് എന്ന് പറഞ്ഞത് ഇത്തരം സംഗതിയെ കുറിച്ചാണ്. അമിന തഹദീബ് തഹദീബുദ്ദൈബ്. എന്ത് ചെയ്യുക, ചെന്നായെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതങ്ങനെ നടക്കുന്ന കേസല്ല എന്നൊക്കെ പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. ഇതിൽ നിന്ന് ഒന്നാമത്തേത് ആൾക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ പ്രശ്നം. ഹസാനി രണ്ടാമത് പറഞ്ഞത് ജാഹിലും വല്ലാലും. ജഹലും ഉണ്ട്, ലലാലത്തും ഉണ്ട്, വിവരക്കേടുണ്ട്, പിഴവുണ്ട്.
വസാലിസു ജാഹിലും വലാലും ഫാസിഖും. ജാഹിലുമാണ്, അതായത് വിവരമില്ല, അയാൾ പേച്ചിരിക്കുന്നു, അതോടൊപ്പം ഫാസിഖുമാണ്, സ്ഥിരമായി തെറ്റ് ചെയ്യുന്നു. നാലാമത്തത് ജാഹിലും വലാലും ഫാസിഖും ശരീറും, തെറ്റായ പ്രകൃതം കൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ട പ്രകൃതക്കാരനാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ള ഭാഗം ഇത്ര ഭാഗമുണ്ട്. അതിൽ ഈ ഭാഗം ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാം. അമൽ ഖയാലുൽ ആഖറുല്ലദി ഇസ്തദല്ലു ബിഹി. ഇനി അടുത്ത നമ്മുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ നമ്മളൊരു ചിന്താഗതി, വഹുവ ഖൗലുഹും, നമ്മുടെ അല്ല, ഈ മറുവശത്ത് നമ്മൾ ചർച്ചയ്ക്ക് വെച്ച ചിന്താഗതി, വഹുവ ഖൗലുഹും ഇന്നൽ ആദമിയ്യ മാദാമ ഹയ്യൻ ഫലാ തൻഖതി അൻഹു ശഹ്വതു വൽ ഗളബു വഹുബ്ബു ദുനിയ വസായിറു ഹാദിഹിൽ അഖ്ലാഖ്. നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞു വരുന്നത് എന്താ? പരിശ്രമത്തിലൂടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും. പരിശ്രമത്തിലൂടെ സ്വഭാവത്തിന് മാറ്റം വരും. സംശയം ഇടപെടാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇടപെടുകയൊക്കെ ചെയ്യട്ടോ. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചത് അറിയാണ്ട ആൾക്കാരുടെ മൈക്ക് ഓണായി പോകണ്ട, അതായത് മറ്റുള്ളവർക്ക് പ്രയാസാകണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് വൈകാരികതയൊക്കെ ഉണ്ടാവൂലേ, ദേഷ്യമൊക്കെ ഉണ്ടാകൂലേ, ദുനിയാവിനോടുള്ള താല്പര്യമൊക്കെ ഉണ്ടാകൂലേ, മറ്റു ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടാകൂലേ? അതുകൊണ്ട് ഫഹാദ വലത്തു, ഇങ്ങനെ അതാണ് പറഞ്ഞത്, മനുഷ്യനായ അതൊക്കെ ഉണ്ടാവൂലേ, അതുകൊണ്ട് തിരുത്താനൊന്നും പോകണ്ട എന്ന് ചിന്തിക്കുന്നത് ഫഹാദ വലത്തുൻ വഖാലി ത്വായിഫത്തിൻ. ഇത് ചിലർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ലന്നു അന്നൽ മഖ്സൂദ മിനൽ മുജാഹദത്തി ലന്നു അന്നൽ മഖ്സൂദ മിനൽ മുജാഹദത്തി ഖമൂ ഹാദിഹി സിഫാത്തി ബിൽ കുല്ലിയത്തി വമഹൂഹുഹ വഹൈഹാത്ത. ഇവര് വിചാരിച്ചത് ഈ നന്നാവുക, ദേഷ്യമില്ലാതാവുക, അനാവശ്യമായ ദേഷ്യമില്ലാതാവുക എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അങ്ങനൊരു സിഫത്ത് ബിൽക്കുല്ല് എടുത്തു കളയുക, എന്നിട്ട് ആ മനുഷ്യന്റെ ആ ഒരു പ്രകൃതത്തിൽ നിന്നത് മായ്ച്ചു കളയുക എന്നാണ് ഇവർ കരുതിയത്. അങ്ങനല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അർത്ഥം പറയാം. വഹാദ വലത്തുൻ, ഇതൊരു അബദ്ധമാണ്. വഖാലി ത്വായിഫത്തിൻ, ഒരു വിഭാഗത്തിന് പറ്റിയ ഒരു അബദ്ധമാണ്. ലന്നു, അവര് ധരിച്ചു വശായിരിക്കുന്നത് അനൽ മഖ്സൂദ മിനൽ മുജാഹദ, നമ്മൾ പരിശ്രമിച്ചു മാറണം എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശ്യം ഖംഉ ഹാദിഹി സിഫാത്ത്, ഈ മോശമായ പ്രകൃതങ്ങൾ, മസലൻ ഉദാഹരണമായിട്ട് ഒലബ്, അത് പറിച്ചെടുത്ത് കളയുക, ബിൽക്കുല്ലിയ, പൂർണ്ണമായി, വമഹൂഹ, എന്നിട്ട് അത് മായ്ച്ചു കളയുക, വഹൈഹാത്ത, അങ്ങനൊന്നും ഉണ്ടാവൂല. ഫൈന്ന ശഹ്വത, ഈ വൈകാരികത എന്ന് പറയുന്നത് ഖുലിഖത്തിൽ ഫായിദത്തി, അത് ചില നേട്ടങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായി പടക്കപ്പെട്ടതാണ്. അസുലൻ, ബേസിക്കലി. വഹിയ ലറൂരിയത്തുൻ ഫിൽ ജിബില്ലത്തി, മനുഷ്യന്റെ ജിബില്ലത്തിൽ അത് അനിവാര്യമാണ്. നമ്മൾ സാധാരണ ലെറ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം. ചിലർ പറയും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര മാറ്റാൻ കഴിയുന്നില്ല. അവര് നമ്മളെ ബേസിക്കിന്റെ 16 സെഷനില് ആദ്യത്തെ ഒരു സെറ്റൊക്കെ കഴിയുമ്പോൾ അവർ പറയും ഇപ്പൊ എനിക്ക് ദേഷ്യം വരേണ്ട അവസരത്തൊന്നും അതുപോലെ അങ്ങ് ദേഷ്യം വരുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ മഹവല്ല, അത് പൂർണ്ണമായി എടുക്കുന്നില്ല. കാരണം എന്താ? ദേഷ്യം വരേണ്ട സമയത്ത് അതുപോലെ ദേഷ്യം വരുന്നില്ല എന്ന് അയാൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ദേഷ്യത്തിന്റെ അസുലവിടെ ഉണ്ട്. ആ അസുലവിടെ ഉള്ളത് കൊണ്ടാണ് അതില്ലാതാകുമ്പോ തിരിച്ചറിയുന്നത്. അതില്ലാതാകുമ്പോ അയാൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാ? ആ ഷെറായ ശൈലിയിലേക്ക് ആയകാതെ ഒത്തുപോരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരെങ്കിലും സംശയമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി പിന്നെയും ഉദാഹരണമൊക്കെ സഹിതം പറഞ്ഞു പറയാം. അപ്പൊ ഫൈന ശഹ്വത ഖുലിഖത്തിൽ ഫായിദത്തിൻ, അത് ചില നേട്ടങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ്. വഹിയ ലറൂരിയത്തുൻ ഫിൽ ജിബിലത്തി, മനുഷ്യ പ്രകൃതത്തിൽ അത് വേണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരാളൊരു ദിവസം നമ്മളെ ബേസിക് സെഷനിൽ ഇരിക്കുമ്പോ പറഞ്ഞു, ഒരു ഉസ്താദാ, പിന്നെ എനിക്കിപ്പോ വൈകുന്നേരമാണ് ഈ ലെറ്റ് തുടങ്ങുക. അപ്പോ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ നമ്മളെ പ്രോഗ്രാം തുടങ്ങും.
അയാൾ പറഞ്ഞു ഇപ്പൊ ഒക്കെ വണ്ടിമേൽ വരുമ്പോ സ്കൂൾ വിടുന്ന സമയമാണ്. അപ്പൊ കുട്ടികളൊക്കെ കണ്ടാല് ഒന്ന് നോക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതായത് പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ നോക്കാൻ തോന്നുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അപ്പോ ഉദിച്ചൊരു വിഷയം എന്താ പറയാ, അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതായത് പിന്നെ വിവാഹം കഴിഞ്ഞ് മക്കളായിട്ടില്ല, അതായത് ബന്ധത്തോട് താല്പര്യം തീരെ കുറയുക, അത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു അയാൾക്ക് പറഞ്ഞ ഡിസോർഡർ ആയിരുന്നു. മൈൻഡിലെയും ശരീരത്തിലെയും ഒരു ഡിസോർഡർ ആണ്. ഫിസിക്കലി ആൻഡ് മെന്റലി ഉള്ള ഒരു ഡിസോർഡർ ആയിരുന്നു. ആ ഡിസോർഡർ മാറുന്നതിന്റെ ഒരു സൂചനയാണ്. അപ്പോ ആ സൂചനയായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഹോർമോണൽ ചേഞ്ച് വന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? നോക്കാതിരിക്കണം. അതിനെന്താ വേണ്ടത്? പരിശീലനം എങ്ങനെയാ? ആ നോക്കാൻ തോന്നുമ്പോ എന്ത് പറയുന്നു അത് പറയുന്നു, അതിന്റെ ഒരു പരിഹാരം പറയുന്നു. ആ പരിഹാരം കേൾക്കുമ്പോ അവിടുന്ന് അങ്ങോട്ടത് പ്രാക്ടീസ് ചെയ്യുന്നു. അതാണ് പരിശുദ്ധ ഖുർആനും എന്ത് പറഞ്ഞത്? വല്ലുൽ ബസറിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. എന്ത് ചെയ്യണം? മുഅ്മിനീങ്ങള് തെറ്റായ രീതിയിൽ കാണാൻ അവസരം ഉണ്ടാകുമ്പോ ഒന്ന് കണ്ണടച്ചാൽ മതി, ഒന്ന് കണ്ണു മാറ്റിക്കളഞ്ഞാൽ മതി. കണ്ണു മാറ്റാന്ന് പറഞ്ഞാൽ നോട്ടം മാറ്റിക്കളഞ്ഞാൽ മതി. ഇതാണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫലവിൻ ഖതഅത്ത് ശഹ്വത്തു ത്വആമി ലഹലക്കൽ ഇൻസാൻ, മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ല, മനുഷ്യൻ മരിച്ചൂലെ, നശിച്ചൂലെ. ഫലവിൻ ഖതഅത്ത് ശഹ്വത്തു ത്വആം, ഭക്ഷണത്തോടുള്ള ഒരുത്തന്റെ താല്പര്യം മുറിഞ്ഞുപോയി. അങ്ങനെ ആകുമ്പോ ലഹലക്കൽ ഇൻസാൻ, പിന്നെ അയാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആള് കാലിയായി പോവും. അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവസാനം അയാൾ നശിച്ചു പോകും. അപ്പോ ഭക്ഷണത്തിന് താല്പര്യം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്, അതൊരു ശഹ്വത്താണ്. ആ ശഹ്വത്ത് ഇല്ലാതായാലും പ്രശ്നമാണ്. അപ്പൊ അസുലൻ ശഹ്വത്ത് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ ശഹ്വത്ത് പോസിറ്റീവാണ്. വലവിൻ ഖതഅത്ത് ശഹ്വത്തുൽ ബിഖാഇ, ഈ ലൈംഗിക സെക്സിനോടുള്ള താല്പര്യം ഇല്ലാതായി പോയാൽ ലംഘത്തായ നസ്ലു, സന്താനങ്ങൾ ഇല്ലാതായി പോലെ. അപ്പൊ ശഹ്വത്ത് വേണം. ശഹ്വത്ത് തെറ്റായ റൂട്ടിലുള്ള ഓട്ടത്തെ നിയന്ത്രിച്ച് ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ് വേണ്ടത്. വലവിൻ അദമൽ വദബു ബിൽകുല്ലിയത്ത്, വദബ് തീരെ ഒരാൾക്ക് ഇല്ലാതായി മാറിയാൽ ലം യദ്ഫഇൽ ഇൻസാനു അൻ നഫ്സിഹി മാ യുഹ്ലികുഹു വല ഹലക, അയാളെ നശിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ അയാൾ ഇങ്ങനെ നിന്നു കൊടുക്കും, അയാൾ നശിച്ചു പോകും. വലവിൻ അദമൽ വദബു, ദേഷ്യമില്ലാതായി തീർന്നാൽ, ബിൽകുല്ലിയത്തി, പൂർണ്ണമായി ഇല്ലാതായാൽ, ലം യദ്ഫഇൽ ഇൻസാനു, മനുഷ്യൻ പ്രതിരോധിക്കൂല, അൻ നഫ്സിഹി, അയാൾക്കെതിരെ വരുന്ന മാ യുഹ്ലികുഹു, അയാളെ നശിപ്പിക്കുന്ന കാര്യം വരുമ്പോ അയാൾ പ്രതികരിക്കൂല. ലാ വല ഹലക്ക, അങ്ങനെ അയാൾ നശിച്ചും പോകും. അതുകൊണ്ട് ശഹ്വത്ത് അല്ലെങ്കിൽ വദബ് അസുലൻ തീരെ വേണ്ടാത്തതല്ല, അത് വേണ്ടതാണ്. മഹ്മാ ബഖിയ അസ്ലു ശഹ്വതി ഫയബ്ഖാ ലാ മഹാലത ഹുബ്ബുൽ മാലില്ലദി യൂസിലുഹു ഇല ശഹ്വതി. എന്നാൽ ശഹ്വത്തിന്റെ ഒരു അസുല് അത് അവശേഷിക്കുന്ന സമയത്ത് ഫയബ്ഖാ, ഉണ്ടാകും, ലാ മഹാലത്ത്, ഒരു സംശയമില്ല, ഹുബ്ബുൽ മാൽ, സാമ്പത്തിനോട് താല്പര്യം ഉണ്ടാകും, അല്ലദി യൂസുലുഹു ഇല ശഹ്വതി, ശഹ്വത്തിലെ വൈകാരികതയിലേക്ക് എത്തിക്കുന്ന ആ ഒരു തലം ഉണ്ടാകും. ഹത്താ യഹ്മിലുഹു ദാലിക അലാ ഇംസാക്കിൽ മാലി, സമ്പത്ത് കിട്ടിയാൽ ആർക്കും കൊടുക്കരുത്, കൊണ്ടാക്കണം, സൂക്ഷിക്കണം, എന്നിട്ട് അതിങ്ങനെ പെരുപ്പിക്കണം, എന്നിട്ട് അതിന്റെ ആളാകണം എന്നുള്ള തോന്നലൊക്കെ വരും. വലൈസൽ മത്ലൂബു ഇമാത്തത്തു ദാലിക ബിൽ കുല്ലിയത്തി, തീരെ മോഹം ഇല്ലാതാക്കുക എന്നതല്ല ലക്ഷ്യം. വലൈസൽ മത്ലൂബു, നമ്മുടെ ലക്ഷ്യം എന്തല്ല, ഇമാത്തത്തു ദാലിക, ഇത് ഇല്ലാതാക്കലല്ല, ബിൽക്കുല്ലിയ, തീരെ ഒരു മോഹം ഇല്ലാതാക്കലല്ല. പിന്നെ വലിൽ മത്ലൂബു, നമ്മുടെ ലക്ഷ്യം റദ്ദുഹ ഇലൽ ഇഅ്തിദാൽ, അതിനൊരു മീഡിയം ലെവലിലേക്ക് കൊണ്ടുവരല. അല്ലദീ ഹുവ വസ്തുൻ ബൈനൽ ഇഫ്രാത്തി വത്തഫ്രീത്തി, അതാണ് അമിതമാകുന്നതിൽ നിന്നും അലംഭാവം കാണിക്കുന്നതിന്റെയും ഇടയിലുള്ള മീഡിയം ലെവൽ, അതാണ്. വൽ മത്ലൂബു ഫി സിഫത്തിൽ ഗളബി, അപ്പൊ സമ്പത്ത് വേണം എന്ന ചിന്ത വേണം, അതേ സമയത്ത് ആ സമ്പത്ത് ആവശ്യമുള്ളയിടത്ത് വിനിയോഗിക്കപ്പെടണം. എൻ്റെ അടുത്ത് സമ്പത്ത് എത്തിയിട്ട് എൻ്റെ ബന്ധുക്കളോ എൻ്റെ മിത്രങ്ങളോ എൻ്റെ ബന്ധപ്പെട്ടവരോ അവര് ആവശ്യക്കാരായിരിക്കുമ്പോഴും ഞാനിങ്ങനെ സുഖിച്ചു കഴിയുന്ന അവസ്ഥയാണെങ്കിൽ അത് പ്രശ്നമാണ്, അതുണ്ടാകരുത്. വൽ മത്ലൂബു ഫി സിഫത്തിൽ ഗളബി,
ഗളബില് ഉള്ള മത്ലൂബായ അളവെന്താണ്? ദേഷ്യത്തിൽ ഉണ്ടാകേണ്ട അളവെന്താണ്? വൽ മത്ലൂബു, നമുക്ക് നിർദ്ദേശമുള്ളത് ഫി സിഫത്തിൽ ഗളബി, ഗളബിന്റെ അതിന്റെ ആ ഒരു വിശേഷണത്തിൽ നമുക്ക് ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത് ഹുസ്നുൽ ഹമീയത്തി, അതൊരു ചൂട് വേണം. ഹുസ്നുൽ ഹമീയത്ത്, ഒരു ചൂട് വേണം. എന്താണത്? വദാലിക ബി അൻ യഖ്ലുവ അനി തഹവ്വുരി വ അനിൽ ജുബ്നി ജമീഅൻ. അയാൾ എന്തായി മാറരുത്? തഹവ്വുറിന്റെ ആളാകരുത്, എടുത്തു ചാടുന്ന ആള്. അതേ സമയത്ത് ഭീരുവും ആകരുത്. ഇത് രണ്ടിന്റെ ഇടയിലാകണം. എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്ത് ചെയ്യുന്നു? സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതി നടക്കുമ്പോ അവിടെ ആ ആളെ അതിക്രമിച്ചിപ്പോ ഒരാളെന്ത് ചെയ്യുന്നു? ഒരു കുട്ടിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരുന്നു. മിസ്റ്റേക്ക് വന്നപ്പോ തന്നെ ആ കുട്ടിയെ തലകും വിലകും തല്ലുന്നു. എന്നിട്ട് അയാൾ എന്തായി പോകുന്നു? അയാൾ നശിച്ചു പോകും. അതാണ് തഹവ്വുർ. അത് പറ്റൂല. ഇനി മറ്റതെന്താണ്? അത് കുട്ടിയോട് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മോശം വരുമോ പേടിച്ചിട്ട് മിണ്ടണ്ടെന്ന് വിചാരിക്കും. ഇത് ജുബനാണ്, ഭീരുത്വമാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ പരുക്കില്ലാതെ കാര്യം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ, അതാണ് ഹമീയത്ത്. ആ ഹമീയത്ത് ഉണ്ടാകണം. വബിൽ ജുംലത്തി, മൊത്തത്തിൽ പറഞ്ഞാൽ അയ്യക്കൂന ഫീ നഫ്സിഹി ഖവിയ്യൻ, അയാൾ ഫീ നഫ്സിഹി ഖവിയാകണം. അയാൾ വബിൽ ജുംലത്തി അയ്യക്കൂന ഫീ നഫ്സിഹി ഖവിയ്യൻ, അയാൾ എന്ത് ചെയ്യണം? ഒരു ശക്തനാകണം. വമാ ഖുവ്വത്തിഹി, അയാളുടെ ആ ശക്തിയോടുകൂടെ മുൻഖാദല്ലിൽ അഖ്ലി, അയാളുടെ അഖ്ലിന്, ബുദ്ധിക്ക് അയാൾ വഴിപ്പെടണം. വലിയ താലിക്ക കാലല്ലാഹു തആല, അതാണ് ഖുർആനിൽ പറഞ്ഞത്. എന്ത്? അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും എന്ന് പറഞ്ഞത് അതാണ്. വസഫഹും ബിശിദ്ദത്തി, അവിടെ ശിദ്ദത്ത് വിശേഷിപ്പിച്ചത് എവിടെയാണ്? ഇന്നമാ തസ്ദുറു ശിദ്ദത്തു അനിൽ ഗളബി, ഈ ശിദ്ദത്ത് വരിക, കഠിനപ്രയോഗം വരിക ഗളബിൽ നിന്നാണ്. വലൗ ബത്തലൽ ഗളബു, ശിദ്ദത്ത് വേണം, ശിദ്ദത്ത് കാണിക്കേണ്ട ഇടങ്ങളിൽ. എന്നാൽ ഗളബ് തീരെ ഇല്ലാതായി മാറിയാൽ എന്താ പ്രശ്നം? വലൗ ബത്തലൽ ഗളബു ലബത്തലൽ ജിഹാദു, ഈ ഗളബ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ലെങ്കിൽ പിന്നെ ജിഹാദോ അത്ര ഒരു സംഗതി ഉണ്ടാകൂലല്ലോ. കൈഫ യുഖ്സദു ഖൽഉ ശഹ്വതി, ഈ ശഹ്വത്ത് തീരെ ഇല്ലാതാക്കൽ എങ്ങനെയാ ഉണ്ടാകുക? വൽ ഗളബു ബിൽ കുല്ലിയത്തി, പൂർണ്ണമായി ഗളബ് ഇല്ലാതാക്കൽ എങ്ങനെയാ ഉണ്ടാകുക? വൽ അംബിയാഉ അലൈഹിമുസ്സലാം ലം യൻഫഖു അൻ ദാലിക്, അമ്പിയാക്കളൊക്കെ ദേഷ്യപ്പെട്ടിട്ടില്ലേ? ദേഷ്യപ്പെടണം. പക്ഷെ ദേഷ്യത്തിന്റെ പേരിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന ഒരളവിലേക്ക് എത്തിപ്പോകരുത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഇന്നമാ അന ബശറുൻ അഗ്ളബു കമാ യഗ്ളബുൽ ബശറു, എനിക്കും ദേഷ്യം വരും, മനുഷ്യന്മാർക്കൊക്കെ ദേഷ്യം വരും പോലെ എനിക്കും ദേഷ്യം വരും. എന്നാലോ വകാന ഇദാ തകല്ലമ ബൈന യദൈഹി ബിമാ യക്റഹുഹു, നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തത് ഒരാൾ സംസാരിച്ചാൽ എന്ത് ചെയ്യും? നബിതങ്ങള് യഗ്ളബു, നബിതങ്ങൾ ദേഷ്യപ്പെടും. ഹത്താ തഹ്മറു വജ്നതാഹു, നബിതങ്ങളുടെ മുഖത്തതിന്റെ ആ ഒരു അടയാളം കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തതിന്റെ അടയാളം കാണാൻ പറ്റും, മുഖം ചുവക്കും. വലാകിൻ ലാ യഖൂലു ഇല്ലാ ഹഖ്ഖ, അവിടെ അസഭ്യം പറയൂല. ഫകാന അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖ്രിജുഹു ഗളബുഹു അനിൽ ഹഖ്, നബിതങ്ങളുടെ ദേഷ്യം അതെന്ത് ചെയ്യൂല? ശരിയിൽ നിന്ന് നബിതങ്ങളെ പുറത്തേക്ക് കടത്തൂല, ഒരു അനാവശ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരൂല. വഖാല തആല വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്, സത്യവിശ്വാസികൾ, സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളുടെ സിഫത്താണ് വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. എന്ത് ചെയ്യും? ദേഷ്യം അവർ കൺട്രോൾ ചെയ്യും, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. വലം യഖുൽ, അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? അൽ വൽ ഫാഖിദീനൽ ഗൈള, ദേഷ്യം തീരെ മഫ്ഖൂദ്, അങ്ങനൊരു സംഭവേ ഉണ്ടാകാത്തവർ എന്ന് പറഞ്ഞിട്ടില്ല. ഫറദ്ദൽ ഗളബ വസ്സഹ്വത, അപ്പൊ എന്ത് ചെയ്തു? ശഹ്വത്തിനെയും ഗളബിനെയും ഇലാ ഹദ്ദിൽ ഇഅ്തിദാൽ, ഒരു മീഡിയം ലെവലിലേക്ക് കൊണ്ടുവരുന്നിടത്തേക്ക് പറഞ്ഞു.
ബിഹൈസു ലാ യഖ്ഹുറു വാഹിദുൻ മിൻഹുമാ അൽ അഖ്ല. ഏത് സ്ഥിതിയിൽ വരണം? ഇതിൽ നിന്ന് ഒന്ന് അയാളുടെ അഖ്ലിനെ, ബുദ്ധിയെ എന്ത് ചെയ്യൂല? അടക്കി ഒതുക്കൂല, ബുദ്ധിയെ അതിചെയ്യുന്ന രീതിയിലാകൂല. വൽയകൂനുൽ അഖ്ലു ഹുവൽ ളാബിതു ലഹുമാ വൽ ഗാലിബു അലൈഹിമാ മുംകിൻ. അഖ്ലി എന്തായി മാറും? ഇത് രണ്ടിനൊരു ഒരു ലൈന് നിശ്ചയിക്കുന്ന ഒരളവിലേക്ക്, അതിനൊരു അതിര് നിശ്ചയിക്കുന്ന ഒരളവിലേക്ക് ബുദ്ധി വരും. അപ്പോ ബുദ്ധി ജയിക്കും. ഇതാണ് അവിടെ ഉണ്ടാകേണ്ടത്. വഹുവൽ മുറാദു ബി തഗ്യീരിൽ ഖുലുഖി. ഇതാണ് സ്വഭാവം മാറ്റുക എന്ന് പറഞ്ഞത്. അല്ലാതെ മഹവ്, തീരെ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കലല്ല, അതുണ്ടാകും. പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട രീതി അതിങ്ങനെയാണ്. ഫൈനഹു റുബ്ബമാ തസ്തൗലി ശഹ്വത്ത. പക്ഷെ ചിലപ്പോഴൊക്കെ എന്ത് നടക്കും? തസ്തൗലി ശഹ്വത്തു അലൽ ഇൻസാനി. ചിലപ്പോ മനുഷ്യന് ഈ വൈകാരികത അയാൾ അങ്ങ് കീഴടക്കും. എങ്ങനെ? ബിഹൈസുലാ യഖ്വ അഖ്ലുഹു അലാ ദഫ്ഇഹ. അവന്റെ ബുദ്ധിക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഈ ശഹ്വത്ത് അയാൾ എന്ത് ചെയ്യാണ്? അതിജയിക്കാൻ. ഫയഖ്ദമു അലൽ ഇൻബിസാത്തി ഇലൽ ഫവാഹിഷ്. അയാൾ വഷളത്തരങ്ങൾ ചെയ്യുന്നിടത്തേക്ക് അയാൾ മുന്നോട്ട് വരും. അയാൾ എന്ത് ചെയ്യും? ഫയഖ്സുബു അലൽ ഇൻബിസാത്തി ഇലൽ ഫവാഹിഷ്. വഷളത്തരങ്ങൾ ചെയ്യുന്നിടത്തേക്ക് അയാൾ മുന്നോട്ട് വരും. വബിർറിയാദത്തി തഊദു. അത് പരിശീലിച്ചാൽ ഇല തഊദു ഇല ഹദ്ദിൽ ഇഅ്തിദാൽ. അതൊരു മീഡിയം ലെവലിലേക്ക് വരും. ഫദല്ല അന്നദാലിക മുംകിൻ. അപ്പൊ എന്ത് മനസ്സിലായി? പരിശീലിച്ച് സ്വഭാവത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് മുംകിനാണ്. ഫദല്ല അന്നദാലിക മുംകിൻ, അത് പറ്റും. വത്തജ്രിബത്തു വൽ മുശാഹദത്തു തദുല്ലു അലാ ദാലിക. നമ്മളെ പരിശീലനങ്ങൾ, ട്രെയിനിങ് ഒക്കെ എന്താണ്? തെളിവാണ്, നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ദലാലത്തൻ ലാശക്ക, സംശയമില്ലാത്ത തെളിവാണ്, നടക്കുന്നുണ്ട്. ദലാലത്തുൻ ലാശക്ക ഫീഹാ. പലറ്റിലൊക്കെ വന്നാല് എന്ത് കാണാം? ആ കുറച്ച് സമയം അവർ ഇരുന്ന് പറഞ്ഞ് കേട്ട് അങ്ങനെ പോകുമ്പോഴേക്ക് അവർ പറയുന്നു, ആ ഇപ്പൊ മാറ്റം വന്നു. അതാണ് തെളിവ്. അത് സംശയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണല്ലോ, നിഷേധിച്ചിട്ട് കാര്യമില്ലാത്തൊരു തെളിവാണ്. വല്ലദീ യദുല്ലു അലാ ദാലിക അലാ അന്നൽ വല്ലദീ യദുല്ലു അലാ അന്നൽ മത്ലൂബ ഹുവൽ വസ്തു ഫിൽ അഖ്ലാഖി ദൂന തുറഫൈനി. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മീഡിയം ലെവല് പാലിക്കലാണ് നമ്മളോടുള്ള നിർദ്ദേശം എന്നതിന്റെ തെളിവ് എന്താണ്? സ്വഭാവങ്ങളില് അത് അങ്ങനെ തന്നെ അതിനെ അനുവദിച്ച് മുന്നോട്ട് പോകലും അല്ല, തീരെ ഇല്ലാതാക്കലും അല്ല, മറിച്ച് ഇങ്ങനെയാണ്. ആ സംഗതി ഉണ്ടാകും, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതിന് ഒരു ശരിയായ റൂട്ട് വേണം. ദേഷ്യം വന്നാൽ മറ്റൊരാളുടെ ഹക്ക് ലംഘിക്കപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞതിന്റെ തെളിവ് ഖുലുഖുൻ മഹ്മൂദുൻ ശറഅൻ. ഈ ധർമ്മം എന്താണ്? മഹ്മൂദായ, സ്തുത്യർഹമായ ഒരു സ്വഭാവമാണ് ശറയിൽ. അത് തെളിവാണ്. വഹുവ വസ്തുൻ ബൈന ത്വർഫൈ തബ്ദീരി വത്തഖ്ദീരി വത്തഖ്തീരി. പൂഴ്ത്തി വെക്കുന്നതിന്റെയും തിരെ കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതിന്റെയും ദൂർത്ത് നടത്തുന്നതിന്റെ ഇടയിലുള്ള ഒരു വസ്താണ്, മീഡിയം ലെവലാണെന്ന്. അതാണ് അതിന്റെ തെളിവ്. വഖദ് അസ്നല്ലാഹു തആല അലൈഹി. അള്ളാഹു ആണെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തി പറഞ്ഞതും കാണാം. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. സൂറത്തുൽ ഫുർഖാൻ. അവിടെ എന്ത് പറയുന്നുണ്ട്? മിതത്വം പാലിക്കുക, അമിതത്വം കാണിക്കാതിരിക്കുക, ദൂർത്ത് കാണിക്കാതിരിക്കുക, അതാണ് നല്ലവരുടെ വിശേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെളിവാണ്. മാറ്റം വരുത്താൻ കഴിയും, അല്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റൂലല്ലോ, മാറ്റം വരുത്തണം എന്ന് പറയാൻ പറ്റൂലല്ലോ. വലാത്ത ജഅലിയദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്. ഇങ്ങനെ കയ്യും കെട്ടി കയ്യല്ലേ, പെരടിയിലേക്ക് കെട്ടല്ലേ. വലാത്ത ബുസുത്ഹാ കുല്ലൽ ബസ്ത്. നിനക്ക് ആവശ്യമുള്ളത് വെക്കാതുള്ള കൊടുക്കൽ, അങ്ങനെയും കൊടുക്കണ്ട. എന്ത് ചെയ്യേ? ഒരു മിതത്വം പാലിക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ? വക്കദാലിക്കൽ മത്ലൂബു ഫീ ശഹ്വത്തി ത്വആം. ഇതുപോലെ തന്നെയാണ് ത്വആമിനെ കുറിച്ച് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ചർച്ചയിൽ കൊണ്ടുവരാം എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചർച്ചകളും ഈ സദസ്സുകളും ഒക്കെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ സ്വഭാവം അത് മാറും, പരിശീലനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അത് മാറും എന്നത് അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റണം എന്ന് പറഞ്ഞത്.
അത് മാറൂല എന്ന് തീരുമാനിച്ചാലുള്ള മിസ്റ്റേക്ക് നമ്മുടെ അമലുകളൊക്കെ നശിച്ചു പോകും, നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് മാറും എന്നത് ശരിയാണ്. മാറാൻ വേണ്ടി പരിശ്രമിക്കണം എന്നതും അത് മത്ലൂബാണ്, നിർദ്ദേശമുള്ളതാണ് എന്നർത്ഥം. ഇവിടെ പറയുമ്പോൾ വാക്കുകളോ മറ്റോ മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ വരുന്നതുണ്ടെങ്കിൽ തിരുത്തുകയും ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമലായി ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ ജീവിതാവശ്യങ്ങൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഹാപ്പി സോണിന്റെ ഡയറക്ടർ കൂടിയായ ജുറൈജ് അദനിയുടെ ഒരു കസിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ ഒരു അനുജൻ എന്ന് പറയാം, മിനിയാന്നൊരു അപകടം പറ്റിയിട്ട് 2 ദിവസം മുമ്പ് ഒരു അപകടം പറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയി കഴിയണം. അല്ലാഹുവേ ഈ വളരെ പെട്ടെന്ന് പരിപൂർണമായ ശിഫാ, ആജിലായ ശിഫാ, സലാമത്ത് നൽകണേ റഹ്മാന്. അങ്ങനെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവേ നീ നല്ല സന്തോഷം നൽകണേ റഹ്മാന്. വിവാഹപ്രായത്തിയവർക്ക് ഖൈറായ ബന്ധങ്ങൾ നൽകണേ അല്ലാഹ്. വിവാഹം, വീട്, പഠനം, ജോലി, സമ്പാദ്യം, ഈ വിഷയങ്ങളിലെല്ലാം നീ എളുപ്പവും ഖൈറും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെല്ലാ വിഷയങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാൻ. കാവൽ നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ ജീവിതം നിന്റെ കാവലിലും ഇഷ്ടത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ്. പരലോക ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാൻ. മരണം ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാൻ. ഖബർ ജീവിതവും പരലോക ജീവിതവും ഒക്കെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചോനെ നല്ലവരുടെ കൂട്ടത്തിലാക്കണേ റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.